അമ്മൂമ്മ, ഞാൻ മാർക്കറ്റ് ഉറപ്പിക്കണ ഗുണ്ടാ നേതാവ് കേശവൻ. ഗുണ്ടയൊക്കെ അവിടെ, നീയേ ഇവിടെ ഉള്ള കുഞ്ഞാ, അത് ഓർത്താണ്. ചേട്ടാ, എനിക്ക് മിഠായി മേടിച്ചില്ലേ? മക്കളെ, നാളെ ഒരു കട തല്ലി പൊളിക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോ മക്കളെ മിഠായി ഞാൻ പറക്കെടുത്തോണ്ട് വരാം. അമ്മൂമ്മ വിശക്കണ്, വല്ല എട്. എടാ, എടുത്തവിടെ വെച്ചിട്ടുണ്ട്. കേശവ, ഞാൻ ഒരു കാര്യം പറയാം. ഉള്ളതും വാരി തിന്നിട്ട് ഇവിടുന്ന് നാട് വിട്ടോളണം. സിദ്ധുവിന്റെ മുമ്പിൽ എങ്ങാനും പെട്ടാൽ അറിയാലോ. അങ്ങേരുടെ മുമ്പിൽ ഞാൻ അങ്ങനെ വിടാനാണ്. നല്ല ടീമായി പോയി. അങ്ങനെ ഇപ്പോഴും അവിടെ കിടന്ന് തപ്പുന്നുണ്ടാവും മാർക്കറ്റിൽ എന്നെ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പോലീസുകാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു രാജമണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ എനിക്ക് എന്റെ റിവോൾവർ ഫയർ ചെയ്യേണ്ടി വരും. തോക്ക് 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 തോക്ക്. മോനെ, അവനെ ഉപദ്രവിക്കല്ലേ. അമ്മൂമ്മ ഇതിനോടരുത്. സിദ്ധു 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 വിട്ട് കള സിദ്ധു. ലച്ചു, നീ ഇതിൽ മിണ്ടരുത്. ഇത്രയും നാളും നീ എന്നെ വിട്ടിയാക്കി. യവൻ എവിടെ പോയി കഴിഞ്ഞാലും വിശക്കുന്ന സമയത്ത് വീട്ടിൽ കയറി വരുമെന്ന് എന്റെ പോലീസ് ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഞാൻ ഒളിച്ചിരുന്ന് പിടിച്ചതാ ഇവനെ. അതിന് പോലീസ് ബുദ്ധി ഒന്നും വേണ്ട ആവശ്യമില്ല. ചേട്ടന് വിശന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങോട്ട് തന്നെ വരും. ആണോ? നീ മിണ്ടരുത്. എടാ കേശവ, മര്യാദക്ക് എന്റെ കൂടെ വന്നോണം. എന്റെ കൂടെ വേറെ പോലീസുകാരൊന്നുമില്ല. മര്യാദക്ക് എന്റെ കൂടെ വന്നു കഴിഞ്ഞാലേ ഞാൻ ആരും അറിയാതെ നിന്നെ അറസ്റ്റ് ചെയ്തോളാം. അളിയന്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇവിടെ പോയി. നിന്നെ തപ്പി മാർക്കറ്റിൽ നിൽക്കോടാ മണ്ട. ഞാനാണോ മണ്ട, അമ്മയാണോ മണ്ടന്മാര്? അതൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ നീ ഇവനെ പിടിച്ചോണ്ട് പോ, അല്ലെങ്കിൽ നീ ഇറങ്ങി ഓടണം. മണ്ടൻ കേശട്ടാ, തോക്കൊന്നും ഇല്ല. സിദ്ധോളെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചേക്കുവാ. മനുഷ്യ, നിങ്ങളുടെ തോക്ക് എവിടെ? തോക്ക് ഞാൻ IG ഓഫീസ് വെച്ച് മറന്നു. IG ഓഫീസിൽ വെച്ച് മറന്നെന്നാ? അതിന് IG ഇപ്പൊ പത്മിനി മിശ്ര അല്ലേ? അതെ. താൻ IG ഓഫീസിൽ പോയെ? അത് പിന്നെ ഞാനൊരു നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ? ആ പത്മിനി മിശ്ര ട്രാൻസ്ഫർ ആയി വന്ന അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഉള്ള IG ഓഫീസിൽ പോക്ക്. പറ്റില്ല, ഇപ്പൊ സംസാരിക്കണം. നമുക്കത് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ മിഷനിലല്ലേ? പറ്റില്ല, ഇപ്പൊ സംസാരിച്ചേ പറ്റത്തുള്ളൂ. താനെന്റെ ചേച്ചിയെ പറ്റിക്കാൻ നോക്കുന്നുണ്ടോ? ഇന്നീ കത്തി വെച്ച് തന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ കുത്തിയല്ലേ? രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ ബലികർപ്പിക്കുന്നു. കത്തി മുഴുസ ഉള്ള പൂച്ച, രക്തമെല്ലാം ഇല്ലയേ. വേറെ എടുത്തോണ്ട് പോടേ ഇതിനെയൊക്കെ. ഞാൻ പോണ കേട്ടാ. കുത്തുന്ന പോലൊന്ന് കാണിച്ചതേ ഉള്ളു, അപ്പത്തെ കളയും വീട്. ഞാൻ മരിച്ചില്ലേ? എടോ മണ്ടങ്ങുണാപ്പി, അവൻ തന്നെ പറ്റിച്ചിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട്. അവൻ രക്ഷപ്പെട്ടോ? അവനെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് ഇടിച്ച് കൊല്ലും. സിദ്ധു, സിദ്ധു, യേശുവിനെ കൊല്ലൊന്ന് പോയി രക്ഷിക്കണേ. കളക്ടർ. ഓ ശരി കളക്ടറെ. സിദ്ധു, സ്വപ്നായിരുന്ന അതിലും കൊള്ളാം. കളക്ടർ ലച്ചേച്ചി, കമ്മീഷണർ അളിയൻ, മാർക്കറ്റ് കേശവൻ.